കനത്ത പുകയാണ് പ്രദേശത്ത്. ആളുകൾ ആശങ്കപ്പെട്ടുകൊണ്ട് ഭയന്നുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പുകച്ചിരുളുകളാണ് ചുറ്റും. അതോടൊപ്പം കത്തിയമർന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു. ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കകരമായ കാര്യം. വിമാനം തകർന്ന് കെട്ടിടത്തിലേക്കല്ല വീണത് എന്ന് വേണം മനസ്സിലാക്കാം. കെട്ടിടത്തിൽ സമീപത്തെ കെട്ടിടത്തിന് അപകടം സംഭവിച്ചതായി കാണുന്നില്ല, മരമാണ് കാണുന്നത്. ഏതായാലും ജനവാസ മേഖലയ്ക്ക് അരികിൽ തന്നെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. അവിടെ ഇപ്പോഴും തീ കത്തുകയാണല്ലോ സുനിൽ. എയർ ഇന്ത്യയുടെ 171 ബോയിംഗ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പറഞ്ഞോളൂ. 242 യാത്രക്കാരുമായാണ് ഈ വിമാനം പറന്നുയരാൻ ശ്രമിച്ചത്. അപ്പോൾ 242 യാത്രക്കാർ ഈ വിമാനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 242 യാത്രക്കാരുമായാണ് ഈ വിമാനം പറന്നുയരാൻ ശ്രമിച്ചത്. പറന്നുയരാൻ കഴിയാതെ വിമാനം തൊട്ടടുത്ത മതിലിലേക്കിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഏതായാലും ആ മതിലിനപ്പുറത്ത് ജനവാസ കേന്ദ്രമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്നത് നമുക്ക് അല്പസമയത്തിനകം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്.